യൂത്ത് കോൺഗ്രസിന് എതിരായ വിമർശനത്തിൽ ഉറച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് പി.ജെ. കുര്യൻ. വിമർശനം സ്നേഹോപദേശമായി കണ്ടാൽ മതി, കുറവുകൾ ഉണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ജനവിരുദ്ധ സർക്കാരിനെതിരെ സമരങ്ങൾ പോരെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്. ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളില്ല. SFIയുടെ സമരം എല്ലാവരും കണ്ടതാണല്ലോ, അത് താൻ പറഞ്ഞതിൽ എന്താണ് പ്രശ്നമെന്നും കുര്യൻ ചോദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? പി.ജെ. കുര്യൻ അദ്ദേഹം രാജ്യസഭാ ഉപാധ്യക്ഷനായിരുന്നു, കേന്ദ്ര മന്ത്രിയായിരുന്നു. അദ്ദേഹം വലിയ തരത്തിലുള്ള ഒരു വിമർശനം യൂത്ത് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത്, പ്രത്യേകിച്ചും ഈ സമരങ്ങളുടെ കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പിന്നോക്കം പോകുന്നു, SFIയുടെ സമരം കണ്ടുപഠിക്കണം എന്ന തരത്തിലുള്ള ഒരു ആരോപണമായിരുന്നു. അതിൽ തൊട്ടു പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഇന്നും അദ്ദേഹം ഉറച്ചു നിന്നുകൊണ്ടുള്ള അഭിപ്രായമാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം ഒരു സ്നേഹോപദേശമായി തൻ്റെ വിമർശനങ്ങളെ കണ്ടാൽ മതി, അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ വിമർശനമല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലക്ഷ്യത്തോടു കൂടിയല്ല പറഞ്ഞത്. പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞത് ജില്ലാ ആസ്ഥാനങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സജീവമായി സമരരംഗത്തുണ്ട്, പോലീസുമായി ഉന്തും തള്ളിനും ഒപ്പം ഏറ്റുമുട്ടലിനും തയ്യാറാവുന്നു, കേസുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷേ പോലീസിനോട് അടികൂടണോ അല്ലെങ്കിൽ ഉന്തും തള്ളും ഉണ്ടാക്കണമോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനമായും SFI നടത്തുന്നത് പോലെ തന്നെ ചില സമരങ്ങൾ, അതായത് ശക്തമായ സമരങ്ങൾ യൂത്ത് കോൺഗ്രസ് നടത്തണം, എന്നാൽ മാത്രമേ പാർട്ടി ശക്തമാവുകയുള്ളൂ. ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രം നടത്തുന്ന സമരങ്ങളിൽ നിന്ന് പിന്മാറി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സമരങ്ങൾ നടത്തണം, അതുവഴി യൂത്ത് കോൺഗ്രസിനെ വളർത്തണം. പല സ്ഥലങ്ങളിലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളില്ല. ആ മണ്ഡലം കമ്മിറ്റികളെ പുനരുജ്ജീവിപ്പിച്ചാൽ മാത്രമേ വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലേക്ക് വിജയം വരിക്കാൻ കഴിയുകയുള്ളൂ. അത്തരം വിജയം വരിച്ചാൽ മാത്രമേ യൂത്ത് കോൺഗ്രസ് രക്ഷപ്പെടുകയുള്ളൂ. യൂത്ത് കോൺഗ്രസിന് അത്യാവശ്യം യുവാക്കളെ കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃനിരയിലേക്ക് എത്തിക്കണം. അതിനുള്ള ഒരു നീക്കം, അതാണ് താൻ ഉദ്ദേശിച്ചത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും കാണേണ്ടതായിട്ടില്ല എന്ന് പി.ജെ. കുര്യൻ പറയുന്നു. അദ്ദേഹം ഇന്നലെ ഉന്നയിച്ച കാര്യങ്ങൾ ഒരു പാർട്ടി ഫോറത്തിലാണ് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ അത് തൻ്റെ വിമർശനത്തെ ഒരു സ്നേഹോപദേശമായി മാത്രം കണ്ടാൽ മതി എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് രമേശ് ചെന്നിത്തലയും ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ പി.ജെ. കുര്യൻ്റെ ഈ പ്രസ്താവന വലിയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവരികയും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരിൽ ചിലർ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റുകൾ ഇടുകയൊക്കെ ചെയ്തിരുന്നു. അതിനെയൊന്നും പി.ജെ. കുര്യൻ തള്ളി പറയുന്നില്ല. പി.ജെ. കുര്യൻ ഒറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. യൂത്ത് കോൺഗ്രസ് വളരണം എന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയപരമായി മുന്നേറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിത്തട്ട് മുതൽ തന്നെ ഒരു വലിയ മാറ്റം അനിവാര്യമാണ്. അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കണം. ഇപ്പോൾ ജില്ലാ ആസ്ഥാനങ്ങൾ പ്രവർത്തനം നടത്തുന്നത് പോലെ തന്നെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം ശക്തമാക്കിയാൽ മാത്രമേ അതിന് ഒരു മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ആ നിലപാടാണ് തനിക്കുള്ളത്. അതുകൊണ്ട് താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് പി.ജെ. കുര്യൻ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹം പ്രധാനമായും എടുത്തു പറഞ്ഞ കാര്യം, യൂത്ത് കോൺഗ്രസ് വളരണമെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടുവരണം. അത്തരത്തിൽ ചെറുപ്പക്കാരെ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിൽ അംഗങ്ങളായി എത്തുന്നതോടുകൂടി തന്നെ കൂടുതൽ ആളുകളെ യൂത്ത് കോൺഗ്രസിലേക്ക് ആകർഷിക്കാൻ കഴിയും. അത്തരത്തിൽ ആളുകളെ ആകർഷിച്ച് സംഘടന ശക്തമാക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് താൻ മുന്നിൽ കണ്ടത്. അല്ല, അതിനപ്പുറത്തേക്ക് SFIയെ പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ SFIക്ക് അനുകൂലമായൊരു നിലപാടോ അല്ല താൻ സംസാരിച്ചതെന്നും പി.ജെ. കുര്യൻ പറയുന്നു. ബിനോയ്, ലൈനിൽ തന്നെ തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനുണ്ട്. യൂത്ത് കോൺഗ്രസിന് എതിരായ വിമർശനത്തിൽ ഉറച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് പി.ജെ. കുര്യൻ. വിമർശനം സ്നേഹോപദേശമായി കണ്ടാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള സർവകലാശാലയിലെ VC സിൻഡിക്കേറ്റ് പോര് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. VC ഒപ്പിടാത്തതിനാൽ ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ്. സർവകലാശാലയിലെ